ലോകത്തെ നടുക്കിയ ഒരു വലിയ ഭീകരാക്രമണമായിരുന്നു അമേരിക്കയിലെ വേൾഡ് ട്രേഡ് സെന്ററിന് നേരെയുണ്ടായത്. ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 11 അതിൻ്റെ 23ാം വാർഷികം കൂടിയായിരുന്നു. നഷ്ടങ്ങളുടെ വലിയൊരു നിര സമ്മാനിച്ച ആക്രമണത്തിൽ ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു സംഭവത്തെക്കുറിച്ച് കഴിഞ്ഞ ദിനം ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ബൈബിളുമായി ബന്ധപ്പെട്ടതാണ് ആ വാർത്ത. അന്ന് അക്രമ സംഭവത്തിൻ്റെ ചിത്രങ്ങളെടുക്കാൻ എത്തിയതായിരുന്നു ഫോട്ടോഗ്രാഫറായ ജോയൽ മേറോവ്റ്റ്സ. അവിടെ വെച്ചായിരുന്നു തകർന്നടിഞ്ഞ കെട്ടിട കൂമ്പാരങ്ങൾക്കിടയിൽ ജോയൽ ഒരു ഞെട്ടിക്കുന്ന കാഴ്ച കണ്ടത്. ബൈബിളിൻ്റെ കുറച്ച് പേജുകൾ ഒരു ഇരുമ്പ് കഷ്ണത്തിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതായിരുന്നു ആ കാഴ്ച. അതിലാകെ ഒരു പേജ് മാത്രമേ വായിക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ. അദ്ദേഹം വളരെ ആവേശത്തോടെ ആ പേജിലെ വചനഭാഗം എന്താണെന്ന് നോക്കി. കണ്ണിന് കണ്ണ്, പല്ലിന് പല്ല് എന്ന യേശുവിൻ്റെ പ്രതികാരത്തെക്കുറിച്ചുള്ള തിരുവചന ഭാഗവും, ആരെങ്കിലും നിങ്ങളുടെ വലത് കവിളിൽ അടിക്കുകയാണെങ്കിൽ മറ്റേ കവിളും കൂടി കാണിച്ചു കൊടുക്കുക എന്ന വചനഭാഗവുമായിരുന്നു ജോയൽ അന്ന് കണ്ടത്. ആ കാഴ്ച സത്യത്തിൽ ജോയലിനെ സ്പർശിച്ചു. അതുകൊണ്ടാകണം അന്ന് ലഭിച്ച ഇരുമ്പിനോടൊട്ടിച്ചേർന്ന ആ തിരുവചന ഭാഗങ്ങളെ തനിക്ക് കിട്ടിയ ഒരമൂല്യമായ സമ്മാനമെന്ന് പിന്നീടൊരിക്കൽ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ജോയൽ പറഞ്ഞത്. 2010 ന്യൂയോർക്കിലെ 9/11 മെമ്മോറിയൽ മ്യൂസിയത്തിലേക്ക് ജോയൽ തനിക്ക് അപ്രതീക്ഷിതമായി ലഭിച്ച ഈ അമൂല്യ സമ്മാനം സംഭാവന ചെയ്തിരുന്നു.